ഇന്നത്തെ നമ്മുടെ ക്ലാസ് കുഡ് ഹാവ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചു? ക്യാൻ, കുഡ് ഇവയുടെ ഉപയോഗം പഠിച്ചു അല്ലെ. ഇനി നമ്മൾ കുഡ് ഹാവ് ആണ്. അപ്പോൾ കുഡ് ഹാവ് എന്താണെന്ന് മനസ്സിലാക്കാൻ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഇന്ന് നമുക്ക് കുഡ് ഹാവിനെ ഒന്നുകൂടി അടുത്ത് മനസ്സിലാക്കിയെടുക്കാം. ചെറിയൊരു ജലദോഷമുണ്ട് കേട്ടോ. അപ്പൊ കുഡ് ഹാവ്, ഹാസ്, ഹാവോ, ഹാഡോ വന്നാൽ വേർബ് എങ്ങനെയാണ്? V3 ഫോമിലാണ്. അതെപ്പോഴും നിങ്ങൾ അറിയാം. ഹാസോ, ഹാവോ, ഹാഡോ വന്നാൽ നമുക്ക് വേർബ് V3 അല്ലെങ്കിൽ ഏതാണ്? മൂന്നാമത്തെ ഫോം. നമ്മൾ വേർബിന്റെ സെക്ഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോ ചോദിക്കാമായിരുന്നു, കുഡ് ഹാവ് എങ്ങനെയാണ് പറയുക? ചോദിക്കാമായിരുന്നു, വാങ്ങിക്കാമായിരുന്നു, പറയാമായിരുന്നു, പഠിക്കാമായിരുന്നു. ഈ മായിരുന്നു, എനിക്ക് പഠിക്കാമായിരുന്നു കുറച്ചും കൂടെ നന്നായിട്ട്, എനിക്കത് വാങ്ങിക്കാമായിരുന്നു, എനിക്ക് അവനോട് ചോദിക്കാമായിരുന്നു. ഇതാണ് നമ്മൾ കുഡ് ഹാവ് ഉപയോഗിക്കേണ്ടത്. ഇതൊക്കെ എന്താണ്? കഴിഞ്ഞു പോയ കാര്യമാണ് അല്ലെ. ഇപ്പൊ എനിക്ക് അവനോട് ചോദിക്കാമായിരുന്നു. ഇന്നലെ അവനെ കണ്ടപ്പോ എനിക്ക് ചോദിക്കാമായിരുന്നു. അത് അവിടെ ഇന്നലെ ആ കടയിൽ കണ്ടപ്പോ എനിക്കത് വാങ്ങിക്കാമായിരുന്നു. കഴിഞ്ഞു പോയൊരു കാര്യം നമുക്ക് അവസരം ഉണ്ടായിട്ട് നമ്മൾ ചെയ്യാതെ വന്നപ്പോൾ നമ്മൾ ഒരു സങ്കടത്തോടെ അല്ലെങ്കിൽ വിഷമത്തോടെ പറയുകയാണ്, അതൊക്കെ എനിക്ക് ചെയ്യാമായിരുന്നു. അപ്പോൾ എന്താണ്? നമ്മളൊരു സങ്കടം അല്ലെങ്കിൽ നമ്മളൊരു പശ്ചാത്താപിച്ച് റിഗ്രറ്റ് ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ പറയുകയാണ്, എനിക്ക് ചോദിക്കാമായിരുന്നു, പറയാമായിരുന്നു, കളിക്കാമായിരുന്നു, എനിക്ക് അങ്ങനെയൊക്കെ അവസരങ്ങൾ ഉണ്ടായിരുന്നു, എനിക്ക് അന്നേരം ചെയ്യാമായിരുന്നു. അതിനാണ് നമ്മൾ കുഡ് ഹാവ് ഉപയോഗിക്കേണ്ടത്. V3 ആണ് വേണ്ടത്. ചോദിക്കാമായിരുന്നു, നിനക്ക് എന്നോട് ചോദിക്കായിരുന്നു. നമ്മൾ പറയില്ലേ, നിനക്ക് എന്നോട് ചോദിക്കായിരുന്നു. എങ്ങനെ പറയുക? നിനക്ക് എന്നോട് ചോദിക്കാമായിരുന്നു. നിനക്ക് എന്ന് പറയാൻ എന്ത് വേണം? നമുക്ക് യു വേണം. യു, നിനക്ക് എന്നോട് ചോദിക്കാമായിരുന്നു. ചോദിക്കാമായിരുന്നു എന്ന് പറയാൻ നമുക്ക് എന്തു വേണം? കുഡ് ഹാവ്. ചോദിക്കുക എന്ന് പറയാൻ ആസ്ക് ആണ്. അപ്പോ ആസ്കിഡ്, V3 വേണം. മീ. യു കുഡ് ഹാവ് ആസ്ക്ഡ്, ചോദിക്കാമായിരുന്നു, മീ എന്നോട്. നിനക്ക് എന്നോട് ചോദിക്കാമായിരുന്നു. എന്താണ്? എന്നോട് ചോദിക്കും. നിനക്ക് പോകുന്നതിന് മുമ്പേ എന്നോട് ചോദിക്കായിരുന്നു. എങ്ങനെ പറയും? പോകുന്നതിന് മുമ്പേ എന്നോട്. മുമ്പേ എന്ന് പറയാൻ എന്താ നമ്മൾ ഉപയോഗിക്കേണ്ടത്? ബിഫോർ ഗോയിങ്. പോകുന്നതിന് മുമ്പേ നിനക്ക് എന്നോട് ചോദിക്കായിരുന്നു. എങ്ങനെ പറയണം? യു കുഡ് ഹാവ് ആസ്ക്ഡ് മീ ബിഫോർ ഗോയിങ്. പോകുന്നതിന് മുമ്പേ നിനക്ക് എന്നോട് ചോദിക്കായിരുന്നു. അവൻ പോയി കഴിഞ്ഞിട്ടല്ലേ നമ്മൾ പറയേണ്ടത്. പോകുന്നതിന് മുമ്പേ നിനക്ക് എന്നോട് ചോദിക്കാമായിരുന്നു. പാസ്റ്റ് ആണ്. യു കുഡ് ഹാവ് ആസ്ക്ഡ് മീ ബിഫോർ ഗോയിങ്. പോകുന്നതിന് മുമ്പേ നിനക്ക് എന്നോട് ചോദിക്കാമായിരുന്നു. വാങ്ങിക്കാമായിരുന്നു, എനിക്കത് വാങ്ങിക്കായിരുന്നു. നമ്മൾ പറയില്ലേ, അവിടെ കണ്ടതാണ്, എനിക്കത് വാങ്ങിക്കായിരുന്നു. എങ്ങനെ പറയുക? ആയി. വെറുതെ കുഡ് ഉപയോഗിച്ചാൽ പോരല്ലോ, വാങ്ങിക്കായിരുന്നു. നമ്മളിങ്ങനെ സങ്കടത്തോടെ പറയാണ്, ഐ കുഡ് ഹാവ്. വാങ്ങിക്കുക ബൈ ആണ്. നമുക്ക് V3 വേണം. ഐ കുഡ് ഹാവ് ബോട്ട് അതർ ദാറ്റ്. എനിക്കത് വാങ്ങിക്കായിരുന്നു. ഐ കുഡ് ഹാവ് ബോട്ട് ദാറ്റ്. ബൈ ആണ്. ബൈയുടെ V3 ബോട്ട് ആണ്. അപ്പൊ വാങ്ങിക്കായിരുന്നു എന്ന് പറയാൻ നമ്മൾക്ക് എന്താ പറയേണ്ടത്? കുഡ് ഹാവ് ബോട്ട്. ഐ കുഡ് ഹാവ് ബോട്ട് ദാറ്റ്. എനിക്കത് വാങ്ങിക്കാമായിരുന്നു. ക്ലിയർ? പറയാമായിരുന്നു. അവക്ക് നിന്നോട് പറയായിരുന്നു ആ കാര്യം. നമ്മൾ പറയില്ലേ, അവക്ക് നിന്നോട് പറയായിരുന്നു. എങ്ങനെ പറയും? അവള് പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അവളത് ചെയ്തിട്ടില്ല. അവൾക്ക് നിന്നോട് പറയായിരുന്നു. അവൾ ഷീ കുഡ് ഹാവ് ടെൽ V3 told. ഷീ കുഡ് ഹാവ് ടോൾഡ് യു. നിന്നോട് പറയാമായിരുന്നു. പക്ഷെ എന്താണ്? ചെയ്തില്ലല്ലേ. ബട്ട് ഡിഡിൻറ്റ്. പക്ഷെ ചെയ്തില്ല. അങ്ങനെയാണ് ഷീ കുഡ് ഹാവ് ടോൾഡ് യു. നിന്നോട് പറയായിരുന്നു അവൾക്ക്, പക്ഷെ അവള് ചെയ്തില്ല. ബട്ട് ഷീ ഡിഡിൻറ്റ്. അവള് ചെയ്തില്ല. അപ്പൊ എന്താണ്? പഠിക്കാമായിരുന്നു. എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കായിരുന്നു. എങ്ങനെ നമുക്കത് പറയാം? ഐ കുഡ് ഹാവ്
സ്റ്റഡി അല്ല, സ്റ്റഡീഡ് വെൽ. ഐ കുഡ് ഹാവ് സ്റ്റഡീഡ് വെൽ. എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കായിരുന്നു. ഐ കുഡ് ഹാവ് സ്റ്റഡീഡ് വെൽ. അപ്പൊ കുഡ് ഹാവിന്റെ ഒരു ഉപയോഗം നിങ്ങൾക്ക് പഠിച്ചല്ലോ. കുഡ് ഹാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സങ്കടം അല്ലെ, അവസരം ഉണ്ടായിട്ട് നമ്മൾ ചെയ്യാതെ പോയ ഒരു സങ്കടം, അതാണ് നമ്മൾ പറയണത് കുഡ് ഹാവ് ആസ്ക്ഡ് മീ. എന്നോട് ചോദിക്കായിരുന്നു ബിഫോർ ഗോയിങ്. റൈറ്റ്. അപ്പൊ നമുക്ക് അടുത്ത ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയല്ലോ. അടുത്ത ഒരു സെന്റൻസിലോട്ട് പോകാം. അപ്പൊ നമ്മുടെ സെന്റൻസ് നോക്കൂ. നീ പൈസ സൂക്ഷിച്ചു വെച്ചിരുന്നെങ്കിൽ നിനക്കൊരു വീട് പണിയായിരുന്നു. നമ്മുടെ എന്താണ്, വീട് പണിയായിരുന്നു. നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കുക. വീട് പണിയാൻ സാഹചര്യമൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അവരെന്താ ചെയ്തേ? പൈസ സേവ് ചെയ്തില്ല. സേവ് ചെയ്യാത്തതിന്റെ പേരിൽ അവർക്ക് വീട് പണിയാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ അവരോട് പറയാണ്, നീ ഇത്രയും നാളും അവിടെയൊക്കെ പണിയെടുത്തതല്ലേ, നീ പൈസ സൂക്ഷിച്ചു വെച്ചിരുന്നെങ്കിൽ നിനക്കൊരു നല്ല വീട് പണിയാൻ നിനക്ക് കഴിവുണ്ടായിരുന്നു. നീ പൈസ സൂക്ഷിച്ചു വെച്ചില്ല. അങ്ങനെ നമുക്ക് പറയേണ്ടി വരും. അതേപോലെ ഇന്നലെ തന്നെ അവൻ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അവളെ സഹായിക്കായിരുന്നു. ഇന്നലെ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അവളെ സഹായിക്കാമായിരുന്നു. ഇത് രണ്ടും എന്താണ്? കഴിഞ്ഞൊരു കാര്യമാണ് അല്ലെ? അതോർത്ത് വയ്ക്കാം. അപ്പോ നീ പൈസ സൂക്ഷിച്ചിരുന്നെങ്കിൽ നിനക്കൊരു വീട് പണിയായിരുന്നു. അപ്പൊ എങ്ങനെ പറയുക? സൂക്ഷിച്ചിരുന്നെങ്കിൽ. എങ്കിൽ എന്ന് പറയാൻ നമുക്ക് എന്താ വേണ്ടത്? ഇഫ് വേണം. ഇഫ്. നീ സബ്ജക്റ്റ് വേണം. നീ ശ്രദ്ധിക്കുക, നമ്മൾ ഹാർഡാണ് ചേർക്കുന്നത്. ഇഫ് യു ഹാർഡ്, പൈസ സൂക്ഷിച്ചു വെക്കുന്ന നമ്മൾ സേവ് ആണല്ലേ ഉപയോഗിക്കുന്നത്. ഹാർഡ് ഉപയോഗിച്ചാൽ ഞാൻ ഇപ്പൊ പറഞ്ഞു V3 വേണമെന്നും പറഞ്ഞു. ഇഫ് യു ഹാർഡ് സെർവ്ഡ് അല്ലെ, നീ പൈസ മണി സെർവ്ഡ് മണി, നീ പൈസ സൂക്ഷിച്ചിരുന്നു എങ്കിൽ നിനക്ക് വീട് പണിയാമായിരുന്നു. അതിപ്പോ എങ്ങനെ പറയാം? നിങ്ങൾ പറയൂ. യു പണിയാമായിരുന്നു. could have built, V3 വേണം, a house. എങ്ങനെയാണ് നമ്മൾ എഴുതിയത്? ഇഫ് യു ഹാഡ് സെർവ്ഡ് മണി, പൈസ സേവ് ചെയ്തിരുന്നെങ്കിൽ യു കുഡ് ഹാവ് ബിൽറ്റ് എ ഹൗസ്. ബിൽറ്റ് എ ഹൗസ്, വീട് പണിയാമായിരുന്നു. മനസ്സിലായോ? അപ്പൊ ഇത് നിങ്ങൾ പറയൂ. ഇന്നലെ അവൻ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് സഹായിക്കാമായിരുന്നു. എങ്ങനെ പറയാൻ കഴിയും? നിങ്ങളിത് വേഗം നിങ്ങളുടെ ബുക്കിൽ എഴുതൂ. ഇന്നലെ അവൻ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ, എങ്കിൽ എന്ന് പറയാൻ നമുക്ക് എന്ത് വേണം? ഇഫ് വേണം. അവൻ, ഇഫ് ഹി, ഞാൻ പറഞ്ഞു ഹാർഡ് വേണമെന്ന് പറഞ്ഞു. പറയുക ടെൽ, ടോൾഡ്. എന്നോട്, ഇന്നലെ, yesterday. If he had told me yesterday, ഇന്നലെ അവൻ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് സഹായിക്കാമായിരുന്നു. എങ്ങനെ പറയും? സഹായിക്കാമായിരുന്നു. നമ്മൾ സങ്കടത്തോടെ പറയുകയാണ് I could have helped. ED വേണം, V3 ആണ്. I could have helped. എനിക്ക് സഹായിക്കാൻ കഴിയുമായിരുന്നു, എനിക്ക് സഹായിക്കാമായിരുന്നു. എങ്ങനെ പറയാ? ഇഫ് ഹി ഹാഡ് ടോൾഡ് മീ യെസ്റ്റർഡേ ഐ കുഡ് ഹാവ് ഹെൽപ്ഡ്. നീ അതായത് എന്താണ് ഇവിടെ നമ്മൾ കുഡ് ഹാവ് ഉപയോഗിച്ചത്? എന്താണ്? നീ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എനിക്കത് ചെയ്യാമായിരുന്നു. എന്ത് തന്നെയാണ് കുഡ് ഹാവിന്റെ ഉപയോഗം? നമ്മൾ നേരത്തെ കണ്ട സെന്റൻസിലും ഇതിലും എന്ത് തന്നെയാണ്? കഴിഞ്ഞ കാര്യമാണ്, നമുക്കത് ചെയ്യാൻ പറ്റിയില്ല നമ്മൾ പറയുകയാണ്. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ സ്ട്രക്ചർ വന്നത്? ഇഫ്, സബ്ജക്റ്റ്, ഹാർഡ്, V3, ഇങ്ങനെ ഫസ്റ്റ് ഭാഗം വരും. എങ്ങനെ വരിക? ഇഫ്, സബ്ജക്റ്റ്, ഹാർഡ്, V3. ഇനി എങ്ങനെ വരും? സബ്ജക്റ്റ് കുഡ് ഹാവ്, നിങ്ങൾ ബുക്കിൽ എഴുതിയിട്ട് അണ്ടർലൈൻ ചെയ്ത് വെക്കൂ. കുഡ് ഹാവ് പ്ലസ് V3. നീ അത് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്യാമായിരുന്നു. എങ്ങനെ പറയും? ഇഫ് സബ്ജക്റ്റ് ഹാർഡ് ആണ് വേണ്ടത്, V3, സബ്ജക്റ്റ് കുഡ് ഹാവ് പ്ലസ് V3. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി കുഡ് ഹാവിന്റെ വേറൊരു ഉപയോഗം കൂടെ നമുക്ക് നോക്കാം. നെക്സ്റ്റ് നമ്മുടെ സെന്റൻസ് നോക്കൂ. അവൾ മറന്നു പോയതാകാം, അവന് ട്രെയിൻ കിട്ടാത്തതാകാം. അതെന്താണെന്നോ? നമ്മുടെ ചില ഊഹങ്ങൾ എന്ന് പറയാം. അതായത് ഇന്ന് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇന്ന് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു, ജോയിൻ ആയില്ല, എല്ലാ ദിവസവും ജോയിൻ അന്ന് കണ്ടില്ല. നമ്മളൊന്ന് ഊഹിച്ചു പറയുകയാണ് അവൻ മറന്നു പോയതാകാം എന്നെങ്ങനെ പറയാം? അവൾ, ഷീ could have
forgotten. V3 വേണം, മറന്നു പോകല്ല. forgotten. ഇവിടെ നമുക്ക് could haveന് പകരം might haveഉം may haveഉം ഉപയോഗിക്കാം. പക്ഷെ ഞാൻ അതിന്റെ സാധ്യതകളെ കുറിച്ചിട്ട് വളരെ കൃത്യമായിട്ടൊരു ക്ലാസ് എടുത്ത് തന്നിരുന്നു. പോസിബിലിറ്റിയുടെ അളവ് കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കും. അത്രയേ ഉള്ളൂ. അതിന്റെ ലിങ്ക് ഞാൻ ഇപ്പൊ ഇവിടെ തരാം. നിങ്ങൾ അതൊന്ന് കേട്ട് നോക്കുക, കേട്ട് മനസ്സിലാക്കണം. എന്നാലേ ആ പെർസെൻറ്റേജ് എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഷീ കുഡ് ഹാവ് ഫോർഗോട്ടൺ, മറന്നു പോയതാകാം. നമ്മൾ ഊഹിച്ച് പറയാണേ. ഇനി അവന് ട്രെയിൻ കിട്ടാത്തതാകാം. വരാന്ന് പറഞ്ഞതാണ്, വന്നില്ല. ചിലപ്പോൾ അവന് ട്രെയിൻ കിട്ടാത്തതാകാം. എങ്ങനെ പറയും? അവന് ഹി ട്രെയിൻ കുഡ് ഹാവ് മിസ്ഡ്, മിസ്സായി പോയത്. കുഡ് ഹാവ് മിസ്ഡ്, V3 വേണം. ദ ട്രെയിൻ, ട്രെയിന് മിസ്സായി പോയതായിരിക്കാം, കിട്ടാത്തതായിരിക്കാം. ഇതെന്താണ്? ഊഹങ്ങൾ പറയാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇവിടെ ഞാൻ എഴുതി, നിങ്ങൾ നോക്കൂ. അവനെന്നെ വിളിക്കായിരുന്നു. എങ്ങനെ പറയാ? അവനെന്നെ വിളിക്കായിരുന്നു. നിങ്ങൾ പറയൂ. ഹി വിളിക്കായിരുന്നു. കുഡ് ഹാവ് കോൾഡ് മീ. എന്നെ വിളിക്കായിരുന്നു. അവൻ എന്നെ വിളിക്കായിരുന്നു. ക്ലിയർ ആയോ? നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ? കുഡ് ഹാവ് വളരെ എളുപ്പമാണ്. നമുക്ക് ഏറ്റവും നന്നായിട്ട് ഇംഗ്ലീഷിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യവും തന്നെയാണ് കുഡ് ഹാവ്. ഞാൻ കുറേ സെന്റൻസുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ കൊടുക്കാം. നിങ്ങളത് നോക്കിയിട്ട് ഇംഗ്ലീഷിലോട്ടാക്കി നമ്മുടെ കമന്റ് ബോക്സ് നിങ്ങൾ റീസെൻഡ് ചെയ്യാം. അപ്പോൾ കുഡ് ഹാവ് ഞാൻ പറഞ്ഞു നമുക്ക് നടക്കാതെ പോയ പാസ്റ്റിൽ, പക്ഷെ നടത്താൻ നമുക്ക് കഴിയുമായിരുന്നു, നമ്മളത് ചെയ്തില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങൾക്കാണ് നമ്മൾ കുഡ് ഹാവ് ഉപയോഗിക്കുന്നത്, അല്ലെ? ചെയ്യാമായിരുന്നു, പറയാമായിരുന്നു, കളിക്കാമായിരുന്നു, പഠിക്കാമായിരുന്നു എന്നൊക്കെ പറയാനാണ് നമ്മൾ കുഡ് ഹാവ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നീ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ചെയ്യാമായിരുന്നു എന്ന് പറയാൻ നമുക്ക് ഇഫ് സബ്ജക്റ്റ് ഹാഡ് V3, നെക്സ്റ്റ് സെന്റൻസിൽ എന്ത് വരണം? സബ്ജക്റ്റ് കുഡ് ഹാവ് V3 വേണമെന്ന് പറഞ്ഞു. അതേപോലെ ഊഹിച്ച് പറയാം. അങ്ങനെ ആയിരിക്കാം എന്ന് നമുക്ക് ഊഹിച്ച് പറയാനും കുഡ് ഹാവ് V3 ആണ് ഉപയോഗിക്കുന്നത്. ഇനി ഞാൻ അങ്ങനെയൊക്കെ എനിക്ക് ചെയ്യാമായിരുന്നു, പക്ഷെ ഞാൻ ചെയ്തില്ല. ഐ കുഡ് ഹാവ് സ്റ്റഡീഡ് വെൽ ബട്ട് ഐ ഡിഡിന്റ്. ഞാൻ ചെയ്തില്ല. ഷീ കുഡ് ഹാവ് കോൾഡ് മീ. അവൻ എന്നെ വിളിക്കായിരുന്നു, പക്ഷെ അവൻ ചെയ്തില്ല. ഡിഡിഡ്, അവൻ ചെയ്തില്ല. അതേപോലെ അവർക്ക് നന്നായിട്ട് എഴുതായിരുന്നു. ദേ കുഡ് ഹാവ് റിട്ടൺ, നന്നായിട്ട് എഴുതായിരുന്നു, പക്ഷെ ദേ ഡിഡിന്റ്, അവര് ചെയ്തില്ല. പിന്നെ ദേ ഡിഡിന്റ് റൈറ്റ് ഒന്നും വേണ്ട. ദേ ഡിഡിന്റ് എന്ന് പറഞ്ഞാൽ ബാക്കി അതിനകത്ത് ഉൾക്കൊണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുഡ് ഹാവ് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇത് മതി. കുറെ ഞാൻ നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവും. നെക്സ്റ്റ് നമുക്ക് കുഡ് ഹാവ് ഉണ്ട്, ഷുഡ് ഹാവ് ഉണ്ട്, വുഡ് ഹാവ് ഉണ്ട്, എല്ലാം സംശയം നിങ്ങൾക്ക് വരുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇത് നന്നായിട്ട് മനസ്സിൽ പതിപ്പിക്കുക. അതിനുശേഷം നമുക്ക് വുഡ് ഹാവും ഷുഡ് ഹാവും പഠിക്കാം. എന്നല്ലെങ്കിൽ നിങ്ങൾക്ക് മാറിപ്പോകും. മറന്നു പോയതാകാം, അല്ലെങ്കിൽ എന്താ കിട്ടാത്തതാകാം എന്ന നമ്മുടെ സംശയങ്ങൾ പറയാൻ വിളിക്കാമായിരുന്നു, ചെയ്യാമായിരുന്നു എന്ന് പറയാൻ നമുക്ക് അവസരങ്ങൾ ഉണ്ടായിട്ടും നമ്മൾ ചെയ്യാതെ പോയ കാര്യങ്ങൾക്കാണ് നമ്മൾ കുഡ് ഹാവ് ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.